KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ VT ബൽറാം, എങ്ങനെയാണ് കോൺഗ്രസ് ഈ വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്? ഇപ്പോൾ ഇവിടെ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞതുപോലെ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ തുടങ്ങി വച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ നാട്ടിലെ ജനങ്ങളോട് പറയാൻ സർക്കാരിന് കഴിയേണ്ടതായിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അന്വേഷണം, അതല്ലെങ്കിൽ ഇങ്ങനെ നാളുകളിൽ വാർത്ത പുറത്തു വരാതിരിക്കാൻ വേണ്ടി ആളുകളുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണം, അതാണോ നടക്കുന്നത്? അതോ ഈ നിലയിൽ ഇക്കാര്യത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള ഒരു പണപ്പിരിവ് നടന്നിട്ടുണ്ടോ, അതിന്റെ നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ, മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള പണപ്പിരിവുകൾ നടത്തിയിട്ടുണ്ടോ, ഇതിനെക്കുറിച്ചുള്ള സമഗ്രമായിട്ടുള്ള അന്വേഷണമാണോ നടത്തുന്നത് എന്നുള്ളതാണ് അറിയാനുള്ളത്. ഏതായാലും ഇവിടെ CPM-ന് കൊടുക്കാൻ വേണ്ടി, സർക്കാരിന്റെ നയത്തെ സ്വാധീനിക്കാൻ വേണ്ടി പണപ്പിരിവ് നടക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഇവരിപ്പോ എത്ര ഒറ്റയടിക്ക് നിഷേധിച്ചാലും, അത് ഗോവിന്ദൻ നിഷേധിച്ചാലും ശരി, MP രാജേഷ് നിഷേധിച്ചാലും ശരി, അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ് അതിന്റെ യഥാർത്ഥ വസ്തുതകൾ. കാരണം ആ നിലയിൽ ഓരോ ബാറിൽ നിന്ന് 2.5 ലക്ഷം രൂപ വീതം തിരിച്ചെടുക്കുന്ന തരത്തിൽ 800ഓളം ബാറുകളിൽ നിന്നായിട്ട് ഏതാണ്ട് 20 കോടിയോളം രൂപയുടെ ഒരു പണപ്പിരിവ് സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ മന്ത്രിക്ക് വേണ്ടി ഈ പറയുന്ന അബ്കാരി നയത്തിൽ അതിന്റെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുമ്പോൾ അതിൽ ബാർ ഉടമകൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതിന് വേണ്ടി ഇവിടെ നടന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെ പണം കൊടുത്താലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ചു കാലത്തെ അനുഭവം എന്നുള്ളത് നമ്മുടെയൊക്കെ മുമ്പിലുള്ള വസ്തുതയാണ്. അപ്പോൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചുകൊണ്ട് കാര്യമില്ല. ഇക്കാര്യത്തിൽ സമഗ്രമായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ഒരു അന്വേഷണം അത് നടത്താൻ ഗവൺമെന്റ് തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. അതുവരെ സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ് ഗവൺമെന്റും. ദയവായി തുടരുക ശ്രീ VT ബൽറാം.